ഹലോ, ഹ്യൂമൺ അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ നെക്സ്റ്റ് ഒരു പാർട്ടാണ് നോക്കാൻ പോകുന്നത്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇത് കുറച്ച് വൈഡായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. എന്താ വെച്ചാൽ സെല്ലിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ സെല്ലിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ സ്ട്രക്ചറും നമ്മളിവിടെ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് വൈഡായിരിക്കും കേട്ടോ. ഫസ്റ്റ് പറയുമ്പോൾ സെല്ലിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനുമാണ് നോക്കുന്നത്. സെല്ലെന്താ? സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിലും ഫങ്ഷണലും, അതായത് രൂപവും ഫങ്ഷനും കൊടുക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള യൂണിറ്റിനെയാണ് സെല്ലെന്ന് പറയുന്നത്. സെല്ലിൻ്റെ ഡിസ്കവറി ആരായിരുന്നു? സെല്ലിൻ്റെ റോബർട്ട് ഹുക്കാണ് സെല്ല് ഡിസ്കവർ ചെയ്തത്. അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഡിസ്കവർ ചെയ്ത ആളാണ് ആൻറ്റോൺ വാൻ ല്യൂവിൻഹ്യൂക്ക്. ഇനി പറയുവാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് വേരിയസ് ഓർഗനൽസ് ഇൻക്ലൂഡിങ് ദ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ ആൻഡ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഈച്ച് വിത്ത് സ്പെസിഫിക് റോൾസ്. സെല്ലിൽ എന്തൊക്കെയുണ്ട്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൽസ് ഉണ്ട്. അതിൽ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, റൈസോസോം, ലൈസോസോം, അങ്ങനെ റൈബോസോം പലതും ഉണ്ട്. അതും അതിൻ്റെ റോൾസും ഒക്കെ സെല്ലിലാണ് നടക്കുന്നത്. ദ സ്റ്റഡി ഓഫ് സെല്ലാണ് സെൽ ബയോളജി എന്ന് പറയുന്നത്. എന്താ സെൽ ബയോളജി? സെല്ലിനെ കുറിച്ചുള്ള പഠനമാണ് സെൽ ബയോളജി. സെൽസ് ആർ ഡൈവേഴ്സ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഫോർ വേരിയസ് ഫങ്ഷൻസ് വിത്തിൻ ദ ബോഡി. ശരീരത്തിൽ തന്നെ സെൽസ് പലതരത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ പലതരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് സെൽസ്, പലതരം ഫങ്ഷന് വേണ്ടിയിട്ട്. ദേ ഹാവ് സെവറൽ കീ കമ്പോണൻസ്. ഓരോ സെൽസിലും അതിന് സ്പെഷ്യലായിട്ട് ഓരോ കമ്പോണൻസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പിക്ചറിൽ നോക്ക്, ഇതൊരു സെല്ലാണ്, ഒരു കംപ്ലീറ്റ് സെല്ലാണ്. ഈ സെല്ലിൽ എന്തൊക്കെയുണ്ട്? മൈറ്റോകോൺട്രിയ, പ്ലാസ്മ മെംബ്രെയിൻ, മൈക്രോട്യൂബ്യൂൾസ്, സെൻട്രോസോം, മൈക്രോഫിലമെൻറ്റ്, ലൈസോസോം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, സെക്രട്ടറി വെസിക്കിൾ, പെറോക്സിസോം, വാക്യൂൾ, സൈറ്റോപ്ലാസം, ഗോൾഗി വെസിക്കിൾ, ഗോൾഗി അപ്പാരറ്റസ്, ക്രോമാറ്റിൻ, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയസ്, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, റൈബോസോം, ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്. ഇങ്ങനെ പല കമ്പോണൻസും കൂടി ചേരുമ്പോഴാണ് ഒരു സെല്ലെന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ സെല്ലിലെ ആദ്യത്തെ ആളെയാണ് പരിചയപ്പെടുന്നത്. സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയും. അതായത് സെല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള ആ ഒരു കവറിങ്, ആ ഒരു സ്ട്രക്ചർ കവറിങ്ങിനെയാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്താ? ആക്ട് ആസ് എ ബാരിയർ, അതായത് ഒരു എന്താ പറയുക, സെപ്പറേഷൻ പോലെ ആക്ട് ചെയ്യും. കൺട്രോളിങ് ദ പാസേജ് ഓഫ് സബ്സ്റ്റൻസസ്, അതായത് ഒരു ഫിൽറ്റർ പോലെയാണ്. ഇപ്പോൾ നമ്മൾ അരിപ്പ വെച്ചിട്ട് അരിക്കില്ലേ, അതുപോലെ ഒരു അരിപ്പ പോലെ ആക്ട് ചെയ്തിട്ട് കൺട്രോളിങ് ദ പാസേജ് ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. സെല്ലിൻ്റെ അകത്തേക്ക് വരുന്നതും അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതുമായിട്ടുള്ള ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസസിനെ എല്ലാം കടത്തിവിടാതെ ഇരിക്കാനായിട്ട് സഹായിക്കുന്നൊരു ആളാണ് ഈ സെൽ മെംബ്രെയിൻ. ഇറ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് മെംബ്രെയിൻ ഓഫ് സെൽ വിച്ച് സെപ്പറേറ്റ്സ് ഔട്ട് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഓഫ് സെൽ ടു ദ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. സെല്ലിൻ്റെ ഏറ്റവും പുറത്തുള്ള മെംബ്രെയിനാണെന്ന് ഞാൻ പറഞ്ഞു. എന്താ ചെയ്യുന്നത്? അത് സെല്ലിൻ്റെ ഉള്ളിലെ ആ ഒരു എൻവയോൺമെൻറ്റിനെ പുറത്തുള്ള എൻവയോൺമെൻറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന മെംബ്രെയിനാണ്. ഇതിൻ്റെ സ്ട്രക്ചർ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് തിൻ, ഭയങ്കര തിന്നായിരിക്കും. പിന്നെ ഫ്ലെക്സിബിൾ ആൻഡ് ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ദാറ്റ് അലൗസ് സെലക്റ്റഡ് സബ്സ്റ്റൻസസ് ടു പാസ് ത്രൂ ഇറ്റ്. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സെലക്റ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ മാത്രം പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെംബ്രെയിനാണ്. എല്ലാ സംഭവങ്ങളും അതിൽ കൂടെ കടത്തി വിടില്ല. ആവശ്യമുള്ള സെലക്റ്റീവായിട്ടുള്ളതിനെ സെലക്ട് ചെയ്തെടുത്തിട്ടായിരിക്കും കടത്തിവിടാൻ അനുവദിക്കുന്നത്. അതാണ് സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻ. ഇനി ഇറ്റ് മെയിൻലി കൺസിസ്റ്റ് ഓഫ്, സെൽ മെംബ്രെയിനിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്. അതിൽ തന്നെ പ്രോട്ടീൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്, 60 to 80%. ലിപ്പിഡ്സ് 20 to 40%, കാർബോഹൈഡ്രേറ്റ്സ് 1 to 2. It consists of bilayer of phospholipids which have 2 parts. പിന്നെന്താ? ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ 2 ലെയറാണ് വേറെ കാണുന്നത്.
രണ്ട് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹെഡ് ആൻഡ് ടെയിൽ. ഹെഡ് പോർഷൻ വിച്ച് ഇസ് ഓൾസോ കോൾഡ് ഹൈഡ്രോഫിലിക്. ഹെഡ് പോർഷന് ഹൈഡ്രോഫിലിക് എന്ന് പറയും, വാട്ടർ ലവിങ് ആണ്. ടെയിൽ എന്ന് പറയുമ്പോൾ ഹൈഡ്രോഫോബിക് അഥവാ ലിപ്പോഫിലിക്, ലിപ്പിഡ് ലവിങ് ആണ്. അതായത് വാട്ടർ ലവിങ് എന്ന് പറഞ്ഞാൽ വാട്ടറിനെ കടത്തിവിടാൻ ഹെൽപ്പ് ചെയ്യുന്നു. ലിപ്പിഡ് ലവിങ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ്സ് മാത്രമാണ് അതിലേ പോവുള്ളൂ കേട്ടോ. ഇതതിൻ്റെ ഒരു ഡയഗ്രമാണ് കാണിക്കുന്നത്. കണ്ടോ, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. ആ ഒരു ഹെഡ് പോർഷൻ, ആ ഉരുണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഹെഡ് പോർഷൻ, ഹൈഡ്രോഫിലിക് ഹെഡ് എന്ന് പറയും. പിന്നെ ആ ഒരു ടെയിൽ പോലെ ഇരിക്കുന്നതാണ് ഹൈഡ്രോഫോബിക് ടെയിൽ. ഓക്കെ, നെക്സ്റ്റ് അതർ മെംബ്രെയിൻ ലിപ്പിഡ് ഇൻക്ലൂഡ്. വേറെ എന്തൊക്കെയുണ്ട് മെംബ്രെയിനിൽ? കൊളസ്ട്രോൾ, ഗ്ലൈക്കോലിപ്പിഡ്, അത് രണ്ടുമാണ് പിന്നെ വേറെ ഉള്ളത്. കൊളസ്ട്രോളിൽ എന്താ? കൊളസ്ട്രോൾ വിച്ച് ഈസ് എസെൻഷ്യൽ ടു മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫ്ലൂയിഡിറ്റി. മെംബ്രെയിൻ്റെ ഒരു സ്ട്രക്ചറും ഫ്ലൂയിഡിറ്റിയും കാരണം ഈ കൊളസ്ട്രോളാണ്. ഗ്ലൈക്കോലിപ്പിഡോ വിച്ച് മെയിൻറ്റെയിൻ മെംബ്രെയിൻ സ്റ്റെബിലിറ്റി. മെംബ്രെയിൻ്റെ സ്റ്റെബിലിറ്റിയും സെൽ ടു സെൽ ഇൻട്രാക്ഷൻ, ആ മെംബ്രെയിനിൽ ൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ് ഒരു സെല്ലിനെ മറ്റൊരു സെല്ലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലൈക്കോലിപ്പിഡാണ്. ലിപ്പിഡ് മെംബ്രെയിൻസ് ആർ ഓൾസോ ഡോട്ടഡ് വിത്ത് മെംബ്രെയിൻ പ്രോട്ടീൻസ് വിച്ച് ആർ ഓഫ് 2 ടൈപ്സ്. ഈ ലിപ്പിഡ് മെംബ്രെയിൻ വീണ്ടും 2 തരം പ്രോട്ടീൻസ് വെച്ച് ആയിട്ട് ഡോട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രലും പെരിഫറലും എന്ന് പറയുന്നു. ഇൻ്റഗ്രൽ, ദീസ് ആർ എംബഡഡ് വിത്തിൻ ദ ബൈലെയർ ഓഫ് ദ മെംബ്രെയിൻ. നമ്മൾ പറഞ്ഞില്ലേ ബൈലെയർ, അതായത് ഹെഡും ടെയിലുള്ള ആ ലെയറിനാണ് ബൈലെയർ എന്ന് പറയുന്നത്. ഈ ബൈലെയറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പ്രോട്ടീനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ദീസ് പ്രോട്ടീൻ പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ വേരിയസ് സെല്ലുലാർ ഫങ്ഷൻസ്. സെല്ലിൻ്റെ പല ഫങ്ഷനിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കൊടുക്കുന്നത് ഈ പ്രോട്ടീൻസാണ്. സച്ച് ആസ് സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ. സിഗ്നൽ പാസേജും, സിഗ്നൽസ് പാസ് ചെയ്യുന്നതും പിന്നെ മോളിക്യൂൾസിൻ്റെ മെംബ്രെയിൻസിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു ഇൻ്റഗ്രൽ പ്രോട്ടീൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. പെരിഫറൽ പ്രോട്ടീൻ, മറ്റേത് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എംബഡഡ് വിത്തിൻ ദ ബൈലെയറാണ്. പെരിഫറൽ എന്ന് പറയുമ്പോൾ ഇത് ലിപ്പിഡ് ബൈലെയറായിട്ട് അസോസിയേറ്റഡ് തന്നെയാണ്, പക്ഷേ അകത്ത് എംബഡഡ് അല്ല, അകത്തല്ല ഇരിക്കുന്നത്. ദേ ആർ ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് മെംബ്രെയിൻ. മെംബ്രെയിൻ്റെ സർഫസിൽ, അതായത് മെംബ്രെയിൻ്റെ പുറത്തായിട്ടാണ് കാണുന്നത്. വിച്ച് ഇൻറ്ററാക്ട് വിത്ത് ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഓർ ദ പോളാർ ഹെഡ് ഗ്രൂപ്പ്സ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ്. എന്താണ് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ മെംബ്രെയിനെ ഇൻട്രാക്ട് ചെയ്ത് വെക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദേ ആർ ഫൗണ്ട് ഓൺ സർഫസ് ഓഫ് മെംബ്രെയിൻ വിച്ച് ഇൻറ്ററാക്ട് വിത്ത് ഇൻ്റഗ്രൽ മെംബ്രെയിൻ. ഇൻ്റഗ്രൽ മെംബ്രെയിനായിട്ട് കൂടിച്ചേർന്നിരിക്കുന്ന ആ ഒരു മെംബ്രെയിൻ്റെ സർഫസിലാണ് കാണുന്നത്. ഓർ ദ പോളാർ ഹെഡ് ഗ്രൂപ്പ് ഓഫ് ദ ഫോസ്ഫോലിപ്പിഡ്, അല്ലെങ്കിൽ പോളാർ ഹെഡ് ഭാഗത്ത് എന്നും പറയാം. ദേ ഹെൽപ്പ് ഇൻ സെൽ സിഗ്നലിംഗ്, സ്ട്രക്ചറൽ സപ്പോർട്ട്. സെല്ലിൻ്റെ സിഗ്നൽസും സ്ട്രക്ചറൊക്കെ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പെരിഫറൽ പ്രോട്ടീൻ. ഇതാ പിക്ചറിൽ നമുക്ക് കാണാമല്ലോ, താഴത്ത് ഈ ലെഫ്റ്റ് കോർണറിൽ കാണുന്നതാണ് പെരിഫറൽ പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞു മെംബ്രെയിൻ്റെ സർഫസിലാണ് പെരിഫറൽ പ്രോട്ടീൻ കാണുന്നത്. ഇനി ഇൻ്റഗ്രൽ പ്രോട്ടീൻ കണ്ടോ, എംബഡഡ് വിത്തിൻ ദ മെംബ്രെയിൻ. ആ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു എന്താ പറയുക സ്പ്രിങ് പോലെ ചുരുണ്ട് കയറിയൊക്കെ ഉണ്ടോ, ഈ ഒരു സെൻട്രൽ പാർട്ടിൽ ഇൻ്റഗ്രൽ പ്രോട്ടീൻ എന്ന് എഴുതിയിട്ടില്ലേ, അതാണ് നമ്മൾ പറഞ്ഞത് എംബഡഡ് വിത്തിൻ ദ മെംബ്രെയിൻ. ഓക്കെ, പെരിഫറൽ പ്രോട്ടീൻ പുറത്തായിരിക്കും, ഇൻ്റഗ്രൽ പ്രോട്ടീൻ ഉള്ളിലായിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഈ പിക്ചറിൽ നോക്ക്, മെംബ്രെയിൻ്റെ അകവും പുറവും കാണിച്ചിട്ടുണ്ട്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കേട്ടോ. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ മെയിൻ ഫങ്ഷൻസ് ആണ് ആക്ട് ആസ് എ ബാരിയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതായത് ഒരു ഫിൽറ്റർ പോലെ ആക്ട് ചെയ്യും. സെപ്പറേറ്റ് ദ സെൽ ഫ്രം ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, കൺട്രോളിങ് ദ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് സബ്സ്റ്റൻസ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് സെൽസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്തിന് ഹെൽപ്പ് ചെയ്യും? പുറത്തുനിന്ന് വരുന്ന സബ്സ്റ്റൻസസിനെ അകത്തേക്ക് കടത്താതെയും അകത്തുനിന്നുള്ളതിനെ പുറത്തേക്ക് കടത്താതെയുമുള്ള ആ ഒരു സെപ്പറേഷനെ ഹെൽപ്പ് ചെയ്യും. സെലക്റ്റീവ് പെർമിയബിലിറ്റി, സെലക്ട് ചെയ്ത് മാത്രമുള്ള മോളിക്യൂൾസിനെ മാത്രമാണ് പാസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ, അതാണ് സെലക്റ്റീവ് പെർമിയബിലിറ്റി. റിസപ്ഷൻ ഓഫ് സിഗ്നൽസ്,
contain receptors for signaling molecules facilitating communication with the cells surrounding. സിഗ്നൽ കൊടുക്കാനായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ റിസപ്ഷൻ ഓഫ് സിഗ്നൽസ് എന്താ പറയുക, റിസീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സെൽ റെക്കഗ്നീഷൻ ഹെൽപ്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം റെക്കഗ്നൈസ് സെൽഫ് ഫ്രം നോൺ സെൽഫ് സെൽസ്. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സെൽഫായിട്ടുള്ള സെൽസിൽ നിന്ന് നോൺ സെൽഫ് സെൽസിൽ നിന്ന് എങ്ങനെ തരംതിരിക്കാമെന്നും റെക്കഗ്നൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. സ്ട്രക്ചറൽ സപ്പോർട്ട് കോൺട്രിബ്യൂട്ട്സ് ടു ദ സെൽസ് ഷേപ്പ് ആൻഡ് സ്റ്റെബിലിറ്റി. അതായത് ഒരു സെല്ലിൻ്റെ പൂർണ്ണമായ സ്ട്രക്ചറും ഷേപ്പും കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇനി അടുത്തൊരു ആളാണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസം ഇസ് ദ ജെൽ ലൈക്ക് സബ്സ്റ്റൻസ്. കണ്ടോ, ആ പിക്ചറിൽ കണ്ടോ, ജെല്ല് പോലെ ഇരിക്കുന്ന സബ്സ്റ്റൻസ് ആണ് വിത്തിൻ എ സെൽ. സെല്ലിൻ്റെ അകത്തുള്ള ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആണ് സൈറ്റോപ്ലാസം. കണ്ടെയ്നിങ് ഓർഗനൽസ്, അതായത് അതിൻ്റെ ഉള്ളിലും കുറേ വേറെ ആളുകളുണ്ട് ഓർഗനൽസ്. സൈറ്റോസോം ആൻഡ് വേരിയസ് മോളിക്യൂൾസ് എസെൻഷ്യൽ ഫോർ സെല്ലുലാർ ഫങ്ഷൻ. ഈ സെല്ലിൻ്റെ പ്രോപ്പർ ഫങ്ഷൻ നടക്കുന്നതിന് ആവശ്യക്കാരായ ഓർഗനൽസ് സൈറ്റോസോൾ, പിന്നെ പലതരം മോളിക്യൂൾസ് എല്ലാം കൂടി ഇരിക്കുന്ന ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം സെർവ്സ് ആസ് എ മീഡിയം ഫോർ സെല്ലുലാർ ആക്ടിവിറ്റി. സെല്ലുലാർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് സൈറ്റോപ്ലാസം. പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് ഓർഗനൽസ്. അതായത് നമ്മൾ പറഞ്ഞു മെയിൻ സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്ന ആൾ പ്ലാസ്മ മെംബ്രെയിന്. അതിനൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മളുടെ ഈ സൈറ്റോപ്ലാസം. അതുമാത്രമല്ല ഈ ഓർഗനൽസിൻ്റെ മൂവ്മെൻറ്റ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് സൈറ്റോപ്ലാസം തന്നെയാണ്. നമ്മൾ ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓർഗനൽസ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മൂവ്മെൻറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സൈറ്റോപ്ലാസമാണ്. പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രോസസ്സസ് ലൈക്ക് cellular metabolism, transport of materials and the maintenance of cell shape. മെയിൻ റോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ? സെല്ലുലാർ മെറ്റബോളിസം, സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന മെറ്റബോളിസം, ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ട്, പിന്നെ സെല്ലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കമ്പോസ്റ്റ് മെയിൻലി ഓഫ് വാട്ടർ, സാൾട്ട് ആൻഡ് ഓർഗാനിക് മോളിക്യൂൾ. എന്തൊക്കെയാണ്? വെള്ളം, ഉപ്പ്, പിന്നെ ഓർഗാനിക്കായിട്ടുള്ള പലതരം മോളിക്യൂൾസ് എല്ലാം കൂടി ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഓർഗനൽസ് സച്ച് ആസ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺട്രിയ ആൻഡ് റൈബോസോംസ്. പിന്നെ ഓർഗനൽസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ, അത് എന്തൊക്കെയാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, മൈറ്റോകോൺട്രിയ, റൈബോസോം, ഇതെല്ലാം ഉള്ളത് സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലാണ്. Cellular activities like protein synthesis and energy production occur within this dynamic cellular compartment. അതായത് സെല്ലിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റിയാണ് പ്രോട്ടീൻ സിന്തസിസും എനർജി പ്രൊഡക്ഷനൊക്കെ. ഇതെല്ലാം മെയിനായിട്ട് നടക്കുന്നത് ഈ ഒരു സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണ്, സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ. ഇനി ഒന്നും കൂടെ നോക്കുവാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് സൈറ്റോപ്ലാസം. സെല്ലുലാർ സപ്പോർട്ട്, ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഇറ്റ് പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ടു ദ സെൽ, ഹെൽപ്പിംഗ് ടു മെയിൻറ്റെയിൻ ഷേപ്പ്. Cellular movement, components like the cytoskeleton made up of microfilament and microtubules are involved in cell movement and transport of organelles. നമ്മൾ പറഞ്ഞു സെല്ലിൻ്റെ അകത്തുള്ള ഓർഗനൽസിനെ മറ്റ് മോളിക്യൂൾസിനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ സെല്ലുലാർ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് സൈറ്റോപ്ലാസമാണ്. മെറ്റബോളിക് റിയാക്ഷൻസ്, മെറ്റബോളിസം നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. സ്റ്റോറേജ്, ഇറ്റ് ഹൗസസ് സെല്ലുലാർ സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ദ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആൻഡ് ഗൂഗ്ലി അപ്പാരറ്റസ് ഇൻവോൾവ് ഇൻ ദ സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് പ്രോട്ടീൻസ്. അതായത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ഇതെല്ലാം താമസിക്കുന്ന അതിൻ്റെ എല്ലാം ഒരു വീടാണ് ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അവരുടെ ഫങ്ഷൻ എന്താ? ഈ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി അപ്പാരറ്റസ് ഒക്കെയാണ് എന്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതും അതവിടെ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്. ഇവർ താമസിക്കുന്നത് നമ്മളുടെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലാണ്.
നെക്സ്റ്റ് ട്രാൻസ്പോർട്ട്. വേരിയസ് സബ്സ്റ്റൻസ് മൂവ് വിത്തിൻ ദ സെൽ ത്രൂ ദ സൈറ്റോപ്ലാസം ഫെസിലിറ്റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓർഗനൽസ്. നമ്മളുടെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ പല സബ്സ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ പല ഓർഗൻസിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്നത്. എൻസൈം ആക്ടിവിറ്റി. സൈറ്റോപ്ലാസം കണ്ടെയ്ൻ എൻസൈംസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ വേരിയസ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ക്രൂഷ്യൽ ഫോർ സെല്ലാർ ഫങ്ഷൻ. സെല്ലാർ ഫങ്ഷൻ നടത്താനായിട്ട് കുറച്ച് എൻസൈംസും അവിടെ പ്രസൻ്റാണ്. ആ എൻസൈംസിൻ്റെ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടും എന്താ പറയുക, ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലാണ് ആ എൻസൈം ആക്ടിവിറ്റിയും നടക്കുന്നത് സെല്ലുലാർ ഫങ്ഷന് വേണ്ടിയിട്ടുള്ളത്. സെല്ലുലാർ റെസ്പിറേഷൻ. ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ സച്ച് ആസ് ഗ്ലൈക്കോലൈസിസ് ടേക്ക് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. ഈ സെല്ലുലാർ റെസ്പിറേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഗ്ലൈക്കോലൈസിസും നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് റൈബോസോംസ്. Ribosomes are cellular structures responsible for protein synthesis. റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പിക്ചറിൽ നോക്ക്, ആ ഒരു കണ്ടോ, ആ റൗണ്ടായിട്ടുള്ള പർപ്പിൾ കളർ ഡോട്ടായിട്ടിരിക്കുന്ന ആ സർഫസിൽ കാണുന്ന ആ ഒരു സാധനമാണ് റൈബോസം. റൈബോസം ആർ സെല്ലുലാർ സ്ട്രക്ചേഴ്സ് റെസ്പോൺസിബിൾ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. റൈബോസംസ് ആണ് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത്. ദേ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം ഓർ അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. നമ്മൾ പറഞ്ഞു സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇവർ കാണപ്പെടുന്നത് ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനോട് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും. ദീസ് ടൈനി ഓർഗനൽസ് റീഡ് മെസ്സഞ്ചർ RNA ആൻഡ് അസംബിൾ അമിനോ ആസിഡ് ഇൻ ടു പ്രോട്ടീൻസ് ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുമ്പോൾ അതൊക്കെ നമ്മളിനി ഡീറ്റെയിലായിട്ട് പിന്നെ പഠിക്കും. ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് ഈ പറയുന്ന റൈബോസോംസ് mRNA മെസ്സഞ്ചർ RNAനെ റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നയിച്ചിട്ട് ആൻഡ് അസംബിൾ അമിനോ ആസിഡ്സ് ഇൻ ടു പ്രോട്ടീൻ. മെസ്സഞ്ചർ RNAനെ നയിച്ച് അമിനോ ആസിഡിനെ അസംബിൾ ചെയ്ത് നിർത്തിയിട്ടാണ് പ്രോട്ടീൻ മീൻസ് അമിനോ ആസിഡ്സ് ഇൻ ടു പ്രോട്ടീൻ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. പ്രോട്ടീനിലേക്ക് കൊണ്ടുവന്ന അമിനോ ആസിഡ്സിനെ അസംബിൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ മെസ്സഞ്ചർ RNA. അങ്ങനെയാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. റൈബോസോം കൺസിസ്റ്റ് ഓഫ് 2 സബ് യൂണിറ്റ്സ്. ഈ റൈബോസോമിന് 2 സബ് യൂണിറ്റ് ഉണ്ട്, എ സ്മോൾ ആൻഡ് എ ലാർജ് വൺ വിച്ച് കം ടുഗദർ ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ്. ഒരു വലുതും ഉണ്ട്, ഒരു ചെറുതും ഉണ്ട്. ഇത് രണ്ടും കൂടെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. Ribosomes can be free floating in the cytoplasm or associated with the endoplasmic reticulum. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒന്നില്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കാണാം, ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കും, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. ദേ റീഡ് ദ ഇൻഫർമേഷൻ എൻകോഡഡ് ഇൻ മെസ്സഞ്ചർ RNA ആൻഡ് യൂസ് ഇറ്റ് ടു അസംബിൾ അമിനോ ആസിഡ്സ് ഇൻ ടു പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോമിങ് പ്രോട്ടീൻ കോൾഡ് ട്രാൻസ്ലേഷൻ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ട്രാൻസ്ലേഷൻ ഒക്കർ ത്രൂ 3 സ്റ്റേജസ്: ഇനിഷ്യേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്ന 3 സ്റ്റേജിലൂടെയാണ്: ഇനിഷ്യേഷൻ, എലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തുമേയും നമ്മൾ ഈ റൈബോസോം അറ്റാച്ച്ഡ് ആയിട്ട് കാണുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്താണെന്ന് അറിയണ്ടേ? അതിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്, കണ്ടോ, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. The endoplasmic reticulum അഥവാ ER is an organelle involved in the synthesis and processing of proteins and lipid in the eukaryotic cell. സെല്ലിൻ്റെ അകത്ത് എന്താണ് പ്രോട്ടീൻസിൻ്റെയും ലിപ്പിഡ്സിൻ്റെയും സിന്തസിസിനെയും പ്രോസസ്സിങ്ങിനെയും ഹെൽപ്പ് ചെയ്യുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന് അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇതിന് ഹാസ് എ റഫ് അപ്പിയറൻസ് ഡ്യൂ ടു ദ റൈബോസോംസ് ഓൺ ഇറ്റ് സർഫസ്. ഈ റൈബോസോംസ് വന്നിട്ട് അതിൻ്റെ സർഫസിൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് അതിനൊരു റഫായിട്ടുള്ള അപ്പിയറൻസ് ഉണ്ട്. ആൻഡ് എ സ്മൂത്ത് റീജിയൺ ഇൻവോൾവ് ഇൻ ലിപ്പിഡ് മെറ്റബോളിസം. പിന്നെ ഒരു സ്മൂത്ത് റീജിയണും ഉണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ റൈബോസോംസ് അറ്റാച്ച്ഡ് ആയിട്ടില്ലാത്ത ഭാഗമാണ് നമ്മൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നത്. റൈബോസോംസ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ആ പിക്ചറിൽ നോക്കൂ കേട്ടോ, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയുന്നു. ഈ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ് ഈ സ്മൂത്ത് റീജിയണിലാണ് നമ്മളുടെ ലിപ്പിഡ് മെറ്റബോളിസം ഒക്കെ നടക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഈസ് അറ്റാച്ച്ഡ് ടു ന്യൂക്ലിയസ്. ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ന്യൂക്ലിയസിനോട് അറ്റാച്ച്ഡ് ആണ്.
ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സെൽ ഓർഗനൽസ്. സെൽ ഓർഗനൽസിൻ്റെ ഇടയിലുള്ള മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. The rough endoplasmic reticulum plays a crucial role in protein synthesis and modification. പ്രോട്ടീൻ സിന്തസിസും അത് മോഡിഫൈ ചെയ്യാനും മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. റൈബോസോംസ് ഓൺ ഇറ്റ്സ് സർഫസ് സിന്തസിസ് പ്രോട്ടീൻസ് ദാറ്റ് ആർ എയ്തർ സെക്രീറ്റഡ് ഫ്രം ദ സെൽ ഓർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു സെൽ മെംബ്രെയിൻ. ഈ നമ്മൾ പറഞ്ഞു എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ സർഫസിൽ റൈബോസോംസ് ഉണ്ടെന്ന്. അവരെന്താ ചെയ്യുന്നത്? പ്രോട്ടീൻസ് സിന്തസിസ് ചെയ്യും. അത് ഒന്നില്ലെങ്കിൽ സെല്ലിൽ നിന്ന് സെക്രീറ്റ് ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, സെല്ലിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഓക്കെ. ദ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഈസ് ഇൻവോൾവ് ഇൻ ലിപ്പിഡ് മെറ്റബോളിസം, ഡീടോക്സിഫിക്കേഷൻ ആൻഡ് ദ സ്റ്റോറേജ് ഓഫ് കാൽഷ്യമാണ്. ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ലിപ്പിഡ് മെറ്റബോളിസവും ഡീടോക്സിഫിക്കേഷനും പിന്നെ കാൽഷ്യം അയൺ സ്റ്റോർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ദീസ് ഫങ്ഷൻസ് കളക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു ദ സെൽസ് ഓവറോൾ സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് ഹോമിയോസ്റ്റാസിസ്. ഈ ഫങ്ഷൻ എല്ലാം ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു സെല്ലിൻ്റെ ഓവറോൾ സ്ട്രക്ചറും ഫങ്ഷനും പിന്നെ ഹോമിയോസ്റ്റാസിസ് നമ്മൾ മുമ്പിലെ ക്ലാസ്സിൽ പഠിച്ചു, അതെല്ലാം നടത്തുന്നത്. ഇനി അടുത്തൊരു പോർഷനാണ് ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡി അഥവാ ഗോൾഗി കോംപ്ലക്സ്. ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഫോർ മോഡിഫയിങ്, സോർട്ടിങ് ആൻഡ് പാക്കേജിങ് പ്രോട്ടീൻസ് ഫോർ സെക്രീഷൻ. സെക്രീഷൻ നടക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻസിനെ മോഡിഫൈ ചെയ്ത് അതിനെ തരംതിരിച്ച് ഒരുമിച്ച് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഗോൾഗി അപ്പാരറ്റസ്. Consist of flattened membranous sac and plays a crucial role in cellular transport and protein processing. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള മെംബ്രേനിയസ് സാക്ക് പോലെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഷീറ്റുകൾ ചുരുട്ടി വെച്ചിരിക്കുന്ന പോലെ. ഇതിന് മെയിനായിട്ടുള്ള റോൾ എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ട്രാൻസ്പോർട്ടും പ്രോട്ടീൻ പ്രോസസ്സിങ്ങുമാണ്. ഗോൾഗി അപ്പാരറ്റസ് ഈസ് ഇൻവോൾവ് ഇൻ ദി സിന്തസിസ് ഓഫ് സർട്ടൻ ലിപ്പിഡ്സ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ലൈസോസോം. ഗോൾഗി അപ്പാരറ്റസ് ചില ലിപ്പിഡ് സിന്തസിസിനും അതിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. പിന്നെ ലൈസോസോം ഫോം ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ദ ഗോൾഗി അപ്പാരറ്റസ് ഹാസ് ഡിസ്റ്റിൻക്റ്റ് ഫങ്ഷണൽ റീജിയൻസ്. ഈ ഗോൾഗി അപ്പാരറ്റസിന് പല പല റീജിയൻസ് സെപ്പറേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സിസ് ഫേസ് റിസീവ്സ് വെസിക്കിൾ ഫ്രം ദ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. സിസ് ഫേസ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്ന് വെസിക്കിൾസിന് റിസീവ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ നോക്കൂ, നമുക്ക് സിസ് ഫേസ്, ഒരു മിനിറ്റ്, സിസ് ഫേസ് എന്ന് പറഞ്ഞ പോർഷൻ എവിടെയാണെന്നറിയോ? അത് ഞാൻ മാർക്ക് ചെയ്തിരുന്നു, അത് അവിടെ നിന്ന് പോയതാണ്. ഈ റൈറ്റിൽ താഴെ മുകളിൽ കാണുന്നില്ലേ, ആ ഭാഗമാണ് നമ്മൾ സിസ് ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു കൂർത്ത് വന്നിരിക്കുന്ന ഭാഗമില്ലേ, അതാണ് സിസ് ഫേസ്. സിസ് ഫേസിൻ്റെ ഫങ്ഷൻ എന്താണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്നുള്ള വെസിക്കിൾസിനെ റിസീവ് ചെയ്യുക എന്നുള്ളത്. പിന്നെ മീഡിയൽ റീജിയൻ മോഡിഫൈസ് പ്രോട്ടീൻസ് ആൻഡ് ദ ട്രാൻസ്ഫേസ് ഡിസ്പാച്ചസ് വെസിക്കിൾ ടു ദെയർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. മീഡിയൽ റീജിയൻ, ഈ മുകളിൽ കൂർത്ത ഭാഗത്തുനിന്ന് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്ന് വരുന്ന വെസിക്കിൾസിനെ റിസീവ് ചെയ്യുന്നു. മീഡിയൽ ലൈനിൽ എന്ത് ചെയ്യും? അതിനെല്ലാം മോഡിഫൈ ചെയ്ത് സോർട്ട് ചെയ്യുന്നു. ട്രാൻസ്ഫേസ്, ഈ താഴത്തുള്ള ഭാഗമില്ലേ, ഈ നല്ലോണം വൈഡായിട്ടിരിക്കുന്ന ഈ ഭാഗം, ട്രാൻസ്ഫേസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ആ ട്രാൻസ്ഫേസ് എന്ത് ചെയ്യും? അവിടെ നിന്നാണ് നമ്മൾക്ക് ഈ റിസീവ് ചെയ്ത വെസിക്കിൾസിനെ എല്ലാം മോഡിഫൈ ചെയ്ത് സോർട്ട് ചെയ്തതിന് ശേഷം ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കെല്ലാം കടത്തിവിടുന്നത് ട്രാൻസ്ഫേസിൽ കൂടെയാണ്. ഓക്കെ. നെക്സ്റ്റ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ നോക്ക്, അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ്റെ ഇടയിൽ സ്പേസ്, പിന്നെ മാട്രിക്സ്, ഔട്ടർ മെംബ്രെയിൻ, DNA ആണ് ചുരുണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ റൈബോസോം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ മൈറ്റോകോൺട്രിയ ആർ ഡബിൾ മെംബ്രെയിൻഡ് ഓർഗനൽസ് ഇൻ സെൽസ്. സെൽസിലെ തന്നെ ഡബിൾ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ ഔട്ടർ മെംബ്രെയിൻ ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ, അതാണ് ഡബിൾ മെംബ്രെയിൻ. ഓഫൺ കോൾഡ് പവർ ഹൗസ് എന്നും പറയും സെല്ലിൻ്റെ. ആസ് ദേ പ്രൊഡ്യൂസ് എനർജി ത്രൂ സെല്ലർ റെസ്പിറേഷൻ. സെല്ലർ റെസ്പിറേഷൻ വഴി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൻ ഏരിയയാണ് മൈറ്റോകോൺട്രിയ. അതുകൊണ്ടാണ് നമ്മൾ പവർ ഹൗസ് എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയ ഹാവ് ദെയർ ഓൺ DNA. അവർക്ക്
മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ തന്നെ അവർക്ക് അവരുടേതായ DNA ഉണ്ട്. ഞാൻ കാണിച്ചില്ല ചുരുണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നും കൂടെ കാണിക്കാം. കണ്ടോ, DNA മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ, ചുരുണ്ട് 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 നൂല് പോലെ കിടക്കുന്ന, അതാണ് DNA. Play a crucial role in ATP production, involved in various cellular process beyond energy generation such as apoptosis regulation, cell death, apoptosis, cell death. ആ ഒരു പ്രൊസീജിയറിലും ഈ ATPയുടെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ മൈറ്റോകോൺട്രിയാണ്. ATP പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് മൈറ്റോകോൺട്രിയയുടെ ഒരു വലിയ പങ്ക് ഉണ്ട്. ഇറ്റ് ഹാസ് 2 മെംബ്രെയിൻ, 2 മെംബ്രെയിൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ്റെ ആക്ഷൻ എന്താ? കണ്ടെയ്ൻസ് പ്രോട്ടീൻസ് ക്രൂഷ്യൽ ഫോർ ATP സിന്തസിസ് ആൻഡ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ റിയാക്ഷൻ പ്ലേയിങ് എ സെൻട്രൽ റോൾ ഇൻ എനർജി പ്രൊഡക്ഷൻ. ഈ ഇന്നർ മെംബ്രെയിനിലാണ് പ്രോട്ടീൻ മെയിനായിട്ടുള്ള പ്രോട്ടീൻ ഉള്ളത്, ATP സിന്തസിസിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഔട്ടർ മെംബ്രെയിനിലോ ആക്ട് ആസ് എ ബാരിയർ സെപ്പറേറ്റിംഗ് ദ മൈറ്റോകോൺട്രിയോൺ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സെൽ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദ എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ആൻഡ് മോളിക്യൂൾസ്. ഔട്ടർ മെംബ്രെയിൻ എന്താ ചെയ്യുന്നത്? ഈ മൈറ്റോകോൺട്രിയനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുവാണ് ബാക്കിയുള്ള എല്ലാ സെല്ലിൽ നിന്നും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ അയണിൻ്റെ മോളിക്യൂൾസിൻ്റെ എക്സ്ചേഞ്ചസ് ഒക്കെ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് ഔട്ടർ മെംബ്രെയിൻ. ലൈസോസോമിൻ്റെ പിക്ചർ നോക്കിക്കേ, കണ്ടോ? ലൈസോസോംസ് ആർ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിൾസ് ഫിൽഡ് വിത്ത് ഡൈജസ്റ്റീവ് എൻസൈംസ്. മെംബ്രെയിനിൽ തന്നെ അകത്ത് തന്നെ ഉള്ള ഒരു വെസിക്കിളാണ്, അതിൻ്റെ ഉള്ളിൽ ഡൈജസ്റ്റീവ് എൻസൈംസിനെയാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ദേ ബ്രേക്ക് ഡൗൺ മെയിൻ ഫങ്ഷൻ എന്താ? മാക്രോ മോളിക്യൂൾസ് ആയിട്ടുള്ള പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ കമ്പോണൻസ് ആക്കി മാറ്റിയിട്ട് റീയൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്യൂയിസൈഡൽ ബാഗ് ഓഫ് സെൽ. സെല്ലിൻ്റെ സ്യൂയിസൈഡൽ ബാഗ് എന്നും പറയും. എന്താ? ബിക്കോസ് വെൻ സെൽ ഓർഗനൽസ് ഗെറ്റ് ഡാമേജ്ഡ് ലൈസോസോം ബേസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് ദ ഹോൾ സെൽ. ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ ഓർഗനലിൽ ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ ഈ ലൈസോസോം ആ സെല്ലിനെ മൊത്തത്തിൽ ബേസ്റ്റ് ചെയ്തിട്ട് ഹോൾ സെല്ലിനെ നശിപ്പിച്ച് കളയുന്നു. അതുകൊണ്ടാണ് സ്യൂയിസൈഡൽ ബാഗ് എന്ന് പറയുന്നത്. ദേ ബ്രേക്ക് ഡൗൺ മാക്രോമോളിക്യൂൾ സച്ച് ആസ് പ്രോട്ടീൻ, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് ഇൻ ദി സ്മോളർ കമ്പോണൻസ് വിച്ച് ക്യാൻ ദെൻ ബി റീയൂസ്ഡ് ബൈ ദി സെൽ. കണ്ടോ? അതുകൊണ്ടാണ് സ്യൂയിസൈഡൽ ബാഗ് എന്ന് പറയുന്നത്. ഡിസ്ഫങ്ഷൻ ഇൻ ലൈസോസോമൽ ആക്ടിവിറ്റി ക്യാൻ ലീഡ് ടു വേരിയസ് ഡിസീസസ് നോൺ ആസ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡർ. അതായത് ഈ ലൈസോസോമ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഫങ്ഷൻ നടക്കാത്ത സമയത്ത് നടന്നില്ലെങ്കിൽ ആ ഡിസീസിന് പറയുന്നതാണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡർ. വേർ സബ്സ്റ്റൻസ് അക്യുമുലേറ്റ് വിത്തിൻ സെൽസ് ഡ്യൂ ടു ദി ഇനബിലിറ്റി ടു ബ്രേക്ക് ദം ഡൗൺ പ്രോപ്പർലി. എന്താണ്? ഈ ലൈസോസോമിൻ്റെ ആക്ഷൻ നടന്നില്ലെങ്കിൽ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സൊക്കെ സെല്ലിൻ്റെ അകത്ത് അങ്ങനെ തന്നെ നിൽക്കും, അത് ബ്രേക്ക് ഡൗൺ ചെയ്യില്ല. അപ്പോൾ അതൊരു ഡിസീസായിട്ട് മാറുന്നു. അടുത്തത് മെയിനായിട്ടുള്ള സെല്ലിലെ മെയിനായിട്ടുള്ളതും ഏറ്റവും വലിയൊരു പാർട്ടുമാണ് ന്യൂക്ലിയസ്. കണ്ടോ? ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ കണ്ടോ? ഔട്ടർ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ന്യൂക്ലിയോലസ്, ഇൻ്റർ ന്യൂക്ലിയർ മെംബ്രെയിൻ, റൈബോസോം, ന്യൂക്ലിയർ ഹോൾ ഓർ കോർ, ന്യൂക്ലിയോപ്ലാസം, ന്യൂക്ലിയർ റെക്ടിക്കുലം ഓർ ക്രോമാറ്റിൻ ഫൈബർ. അപ്പോൾ ന്യൂക്ലിയസ് ഓൾസോ കോൾഡ് ബ്രെയിൻ ഓഫ് സെൽ, സെല്ലിൻ്റെ ബ്രെയിൻ, ആസ് ഇറ്റ് കൺട്രോൾ ഓൾ ദ ആക്ടിവിറ്റീസ് ഡൺ ബൈ ദ സെൽ. എന്തുകൊണ്ടാണ്? സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഈ ന്യൂക്ലിയസ് ആണ്. ജനറലി സ്പിറിക്കൽ ഓർ ഓവോയിഡൽ ഇൻ ഷേപ്പ്, ഒന്നില്ലെങ്കിൽ സ്പിയർ ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവോയിഡ് ഷേപ്പ് ആയിരിക്കും, ഓവൽ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സ്ട്രക്ചർ ഓഫ് സെൽ, സെല്ലിൻ്റെ ലാർജസ്റ്റ് സ്ട്രക്ചറുമാണ്. മെയിൻലി കമ്പോസ്ഡ് ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോപ്ലാസം. ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഓൾസോ നോൺ ആസ് ദ ന്യൂക്ലിയർ എൻവലപ്പ് എന്നും പറയും. ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയസിന് സറൗണ്ട് ചെയ്തിരിക്കുന്ന മെംബ്രെയിനാണ്. അതിൻ്റെ ഫങ്ഷൻ എന്താ? ബാരിയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇറ്റ് ആക്ട് ആസ് എ ബാരിയർ സെപ്പറേറ്റിംഗ് ദ ന്യൂക്ലിയസ് ഫ്രം ദ സൈറ്റോപ്ലാസം ആൻഡ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ ജനറ്റിക് മെറ്റീരിയൽ വിത്തിൻ ദ ന്യൂക്ലിയസ്. ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലുള്ള ആളാണ് ന്യൂക്ലിയസ്. അപ്പോൾ ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയസിനെ സൈറ്റോപ്ലാസത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നിട്ടോ ആൻഡ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ ജനറ്റിക് മെറ്റീരിയൽ വിത്തിൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ജനറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ന്യൂക്ലിയർ മെംബ്രെയിനാണ്.
സെലക്റ്റീവ് പെർമിയബിലിറ്റി ഇതിനും ഉണ്ട്. ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ, റെഗുലേറ്റിംഗ് ദ പാസേജ് ഓഫ് മോളിക്യൂൾസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ന്യൂക്ലിയസ് ത്രൂ ന്യൂക്ലിയർ പോഴ്സ്. ന്യൂക്ലിയർ പോഴ്സ് വഴി സെലക്ട് ചെയ്ത മോളിക്യൂൾസിനെ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുള്ളൂ. അപ്പോൾ പെർമിയബിലിറ്റിയും അതുപോലെ സെലക്റ്റീവായിട്ടാണ് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ആക്ട് ചെയ്യുന്നത്. ദിസ് ഹെൽപ്സ് കൺട്രോൾ ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ലൈക്ക് RNA, പ്രോട്ടീൻ ആൻഡ് അയൺസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്കും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ RNA, പ്രോട്ടീൻസ്, അയൺസിനെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാ? ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ. അതിന് വേണ്ടിയിട്ടാണ് ന്യൂക്ലിയസിനെ കവർ ചെയ്ത് ഈ മെംബ്രെയിൻ അവിടെ നിൽക്കുന്നത്. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഇറ്റ് ഹെൽപ്സ് ഓർഗനൈസ് ആൻഡ് മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ DNA വിത്തിൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള DNA, ജനറ്റിക് മെറ്റീരിയലിൻ്റെ എന്ന് പറഞ്ഞാൽ DNA ആണ്. അതിൻ്റെ സ്ട്രക്ചറിനെ ഓർഗനൈസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ന്യൂക്ലിയർ മെംബ്രെയിനാണ്. പ്രിവെൻറ്റിങ് ഇറ്റ് ഫ്രം ഗെറ്റിംഗ് ടാങ്കിൾഡ് ആൻഡ് എയ്ഡിങ് ഇൻ ദ ഓവറോൾ ഓർഗനൈസേഷൻ ഓഫ് ക്രോമസോംസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ DNA കെട്ടുപിടിക്കാതെ അതിനെ പ്രോപ്പറായിട്ട് എയ്ഡ് ചെയ്ത് ക്രോമസോമെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് കെട്ടുപിടിക്കാതെ പ്രോപ്പറായിട്ട് എയ്ഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ സൈറ്റോപ്ലാസം ത്രൂ ദ ന്യൂക്ലിയർ പോഴ്സ്. ന്യൂക്ലിയർ പോഴ്സിൻ്റെ ഉള്ളിൽ കൂടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം, അലോവിങ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് സെല്ലാർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ നിന്ന് ന്യൂക്ലിയസിലേക്ക്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെൽ മെംബ്രെയിൻ ത്രൂ ആണ്. ഇനി ന്യൂക്ലിയോപ്ലാസം, ഓൾസോ നോൺ ആസ് ന്യൂക്ലിയർ മാട്രിക്സ് എന്നും പറയും, ഈസ് ദ സെമി ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് വിത്തിൻ ദ ന്യൂക്ലിയസ് ഓഫ് എ യൂക്കാരിയോട്ടിക് സെൽ. ഒരു സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന സെമി ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ആണ് ന്യൂക്ലിയോപ്ലാസം. ഇറ്റ് സറൗണ്ട്സ് ജനറ്റിക് മെറ്റീരിയൽ, ക്രോമസോം ആൻഡ് ന്യൂക്ലിയോലസ്. ക്രോമസോം, ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു, DNA, ക്രോമസോം, ഇതിനെല്ലാം സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സെമി ഫ്ലൂയിഡാണ് ന്യൂക്ലിയോപ്ലാസം. ഓക്കെ, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ സപ്പോർട്ട്, പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക് ഫോർ ദ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഷേപ്പും ഓർഗനൈസേഷനും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫ്രെയിം കൊടുക്കുന്നത് ന്യൂക്ലിയോപ്ലാസാണ്. മീഡിയം ഫോർ ന്യൂക്ലിയർ കമ്പോണൻസ്, സെർവ്സ് ആസ് ദ സെമി ഫ്ലൂയിഡ് മീഡിയം ഇൻ വിച്ച് ജനറ്റിക് മെറ്റീരിയൽസ് ഈസ് സസ്പെൻഡഡ്. അതായത് ന്യൂക്ലിയർ കമ്പോണൻസിന് ക്രോമസോമും ന്യൂക്ലിയോലസ് ഒക്കെ ആണല്ലോ ന്യൂക്ലിയർ കമ്പോണൻസ് എന്ന് പറയുന്നത്. അതിനെ ജനറ്റിക് മെറ്റീരിയലായിട്ടുള്ള അവരെ സസ്പെൻഡ് ചെയ്ത് കിടക്കാൻ സഹായിക്കുന്നത് ഈ മീഡിയത്തിലാണ്. സെമി ഫ്ലൂയിഡ് മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രാ ന്യൂക്ലിയർ ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്, പ്രോട്ടീൻസ് ആൻഡ് അയോൺസ് വിത്തിൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടീൻസിനെ, അയൺസിനെ, മോളിക്യൂൾസിനെയൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്ന സെമി ഫ്ലൂയിഡാണ്. എൻസൈമാറ്റിക് റിയാക്ഷൻ, സപ്പോർട്ട് എൻസൈമാറ്റിക് റിയാക്ഷൻ ക്രൂഷ്യൽ ഫോർ പ്രോസസ്സസ് ലൈക്ക് DNA റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് RNA പ്രോസസ്സൊക്കെ. DNA റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും RNA പ്രോസസ്സിങ്ങിനെല്ലാം കുറച്ച് എൻസൈംസിൻ്റെ ആക്ഷൻ ഉണ്ട്. അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഈ ന്യൂക്ലിയോപ്ലാസാണ്. Gene regulation, involved in the regulation of gene expression by providing space for regulatory proteins and transcription factors. ജീൻ എക്സ്പ്രഷൻ്റെ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലൊരു പങ്ക് കൊടുത്തിട്ട് റെഗുലേറ്ററി പ്രോട്ടീൻസിനെയും ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെല്ലാം അവിടെ നിൽക്കാനുള്ളൊരു സ്പേസ് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ന്യൂക്ലിയോപ്ലാസം ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ഒരു സ്ലൈഡായിട്ട് കാണാം. താങ്ക് യു.